അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. അതുപോലെ ആ ബെൽ ഐക്കൺ ഓളും കൂടെ ചേർത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നിവിടെ വീക്കെൻഡാണ്. ഫ്രൈഡേ സ്പെഷ്യലായിട്ട് ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് 1 കിലോ ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഫ്ലഷ് ടൈപ്പായിട്ടുള്ള പീസ് ഞാൻ ഫ്രൈക്കും കൂടെ വേണ്ടി മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ മസാല ഒരുമിച്ചങ്ങ് തേച്ച് വെക്കാൻ പോവാം. അപ്പോൾ ചിക്കൻ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള, ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ 3 എണ്ണം മതി. ഇപ്പം നമ്മളൊരു ഏകദേശം 3/4 കിലോ ചിക്കൻ ആയിരിക്കും കറിയിലിടുന്നത്. അന്നേരം ഒരു 3 മീഡിയം സൈസ് സവാള മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിപ്പം ഞാൻ കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് മാത്രം മതി. കറിക്ക് ഒരു ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, എരിവുള്ളതായതുകൊണ്ടാണ് 3 പച്ചമുളക്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പുതിനയില ഉണ്ടെങ്കിൽ അത് കുറച്ചിടാം, മല്ലിയില ഉണ്ടെങ്കിലും അതും ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിന മാത്രം ഉള്ളതുകൊണ്ട് അതും കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ മസാലപ്പൊടികളൊന്ന് നോക്കാം. ഞാൻ എത്ര സ്പൂൺ വീതമാണ് ഇടുന്നതെന്ന് ചെയ്യാൻ നേരം പറഞ്ഞുതരാം. ഇപ്പോൾ പൊടികൾ ജസ്റ്റ് പറഞ്ഞുതരാം. ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്. പിന്നെ ഓപ്ഷണലായിട്ട് ഒരു കിഴങ്ങും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ട്, കറിയിലിടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ സ്പൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അരി എടുത്തിരിക്കുന്നത് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് എന്ന് പറയുന്നതാണ്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 കപ്പിൻ്റെ വേണ്ടിയിട്ടുള്ള സ്പൈസസ് ആണ് പറയുന്നത്. 5 ഏലക്ക, 1 ടീസ്പൂൺ ഗ്രാമ്പു, 1 ടീസ്പൂൺ ജീരകം, ഈ എടുത്ത് വെച്ചിരിക്കുന്ന സൈസിൽ കറുകപ്പട്ട ചെറിയ ഒരു പീസ്, പിന്നെ ജാതിപത്രിയും ബേ ലീവ്സ് എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു പകുതി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അരമണിക്കൂർ നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കൈമ റൈസ്. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ ഇത് മാറും. ഇതിപ്പോൾ എരിവുള്ളതായതുകൊണ്ടാണ് 2 ടീസ്പൂൺ. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 3-4 ടീസ്പൂണിൻ്റെ അകത്ത് വരെ എടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ്. ഇതിപ്പോൾ ഞാൻ കറിക്കും ഫ്രൈക്കും കൂടെ ഒരുമിച്ച് അങ്ങ് എടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇടാം. അപ്പോൾ ഈ ആദ്യമേ തന്നെ ഇത്രയും മസാല ചേർക്കുന്നതുകൊണ്ട് നമുക്ക് കറിക്ക് ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഓയിൽ ചേർത്താൽ മതി.
1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമുക്ക് കുറച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ ആവശ്യത്തിന് എടുക്കാം. ഇനി തൈര് സാധാരണ ചേർത്താൽ ചിക്കന് കുറച്ച് ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും ഒക്കെ ആവും. പക്ഷേ ഈ ചിക്കനും തൈരും കോമ്പിനേഷൻ കൂട്ടിക്കൂടാന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം ഞാൻ നാരങ്ങ നീരാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു അരമുറി നാരങ്ങ ഒന്ന് ജ്യൂസ് എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ മസാലയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു മിനിമം ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. പെട്ടെന്നാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. മസാലയുടെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ നാരങ്ങ നീരോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഒക്കെ കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കാം. രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. രണ്ടായിട്ട് വേണമെങ്കിൽ രണ്ടായിട്ട് ഇട്ട് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ടു. അപ്പം കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഉള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള. ഇതിന് വേണ്ടിയിട്ട് അരിയുന്ന ഉള്ളി നല്ല നൈസായിട്ട് അരിയണം. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോവാതെ നോക്കണം. ബ്രൗൺ കളർ ആകുമ്പോൾ അപ്പം തന്നെ നമുക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഫ്രൈ നമുക്കിതിനി മാറ്റാം. ഈ പാനിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ ഉള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ബാലൻസ് കുറച്ച് ഓയിൽ വരും. ആ ഓയിലിൽ തന്നെ നമുക്ക് കറിയും വയ്ക്കാം. ഒന്ന് ഫ്രൈ ചെയ്യാം. ഇട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതാക്കിയെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് അങ്ങ് എടുക്കാം. ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് നെയ്ച്ചോറിൻ്റെയും കൂടെ പ്രിപ്പറേഷൻ നോക്കാം. ഇതിന് വേണ്ടി നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ആവശ്യത്തിന്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, ജീരകം, ഇത് ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് സവാള അരിഞ്ഞ് വെച്ചതിൽ നിന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ചോറിന് വേണ്ടി. മൂന്ന് കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനൊരു 5.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് കപ്പിലാണോ അരി എടുത്തിരിക്കുന്നത് ആ സെയിം കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒരു സൈഡ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ചോറിനുള്ള വെള്ളവും നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിള വന്നതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അരി ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് വെച്ചിട്ട് നമുക്ക് അരി പതുക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം വറ്റിച്ചെടുക്കുകയാണ്, ഊറ്റിയെടുക്കുകയല്ല. അതുകൊണ്ടാണ് 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം വെച്ച് കൊടുത്തത്.
ഇത് കൊടുത്തിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിനകത്തുള്ള ഇലയായിട്ടുണ്ട്. നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി സെർവ് ചെയ്യാൻ കൊണ്ടുവെക്കാം. ഇനി ഇത് ഈ എണ്ണ ബാലൻസ് വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ഇട്ട് കൊടുക്കാൻ പോവുക. ഇതുണ്ടല്ലോ, ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ നമ്മൾ ബാക്കി കറി വെച്ചാലും ഈ എണ്ണ തന്നെ നമുക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് വെക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഫിഷ് കറിയുടെ ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രൈ ചെയ്ത എണ്ണ വെച്ചിട്ട് ബാക്കി ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറികളൊക്കെ വെച്ചാൽ. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് വാടി ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് പൊടി ആഡ് ചെയ്താൽ ഇതിപ്പോൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ചിക്കൻ്റെ ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും. അതുപോലെ നമുക്ക് ആ ഓയിൽ വേസ്റ്റ് ആവത്തതുമില്ല. ഇതിപ്പോൾ നമ്മൾ അടച്ചിട്ട് 10 മിനിറ്റാണ് കറക്റ്റ് പറഞ്ഞാൽ മൂടി വെച്ച് വേവിക്കേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചേക്കുക. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് മാറ്റാം. ചിക്കൻ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഒരു നല്ല മണം വരാൻ വേണ്ടിയിട്ടാണ്, ഫ്ലേവർ നല്ല വരും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് പീസസും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി, 3 പച്ചമുളക്, പുതിനയില, കറിവേപ്പില. മിക്സായി ഒരു 10 സെക്കൻഡ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി, അതുപോലെ ഗരം മസാല, കുരുമുളക്, ഇതെല്ലാം ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യാത്തത്. ഇത് നമുക്ക് ഓരോ പീസായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് ചോറ് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ഉപ്പും കൂടെ നോക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വെള്ളവും കൂടെ ഒഴിച്ച് ഫ്ലെയിമിൽ വയ്ക്കാം. വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. ചിക്കൻ കറി റെഡിയായി. കിഴങ്ങും ചിക്കനും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റാം. ഫ്രൈയും സാലഡും ചോറും എല്ലാം റെഡി. ഇതുപോലെ ഹെവി ഫുഡൊക്കെ വെക്കുന്ന ദിവസം നമുക്കൊരു ഇതുപോലെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കാൻ, സ്പ്രൈറ്റോ 7up ഒക്കെ കുടിക്കാൻ തോന്നും. അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കുടിച്ച് നോക്കിയാലോ. ഒരു ഗ്ലാസ്സിൽ കുറച്ച് പുതിന ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലൊരു 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഇത് സ്പ്രൈറ്റോ 7up പൊട്ടിച്ചൊഴിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. ഹെൽത്തി ഒന്നുമല്ല, എന്നാലും ഈ ഹെവി ഫുഡുള്ള ദിവസം ഇതുപോലെ ഇടയ്ക്കൊക്കെ കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനി
നിങ്ങളും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പുതിനയും നാരങ്ങ നീരെല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്പ്രൈറ്റിലോ 7-അപ്പിലോ ഒന്ന് കുടിച്ച് നോക്കണം. എന്നിട്ട് ലഞ്ചിൻ്റെയും അതുപോലെ ഈ ഡ്രിങ്കിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. അപ്പോൾ ഓക്കെ.